അങ്ങനെ നമ്മുടെ ATP കാലമായിട്ട് ഒരുപാട് ഓൾ ഇന്ത്യ പെർമിറ്റിൽ വാഹനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലായിട്ട് ഏറ്റവും കൂടുതൽ ഓൾ ഇന്ത്യ പെർമിറ്റിൽ ഇറങ്ങിയുള്ള ബസ്സുകൾ. അതിൽ നമ്മുടെ ചിന്നൻ സൺസിന്റെ ഏറ്റവും പുതിയ കിഡിൽ ഐറ്റം വന്നിട്ടുണ്ട്. ടാറ്റയുടെ 12 മീറ്റർ ചേസിൽ വരുന്ന തൃശ്ശൂരിലെ ഒരു ഡുവൽ കളറിൽ വരുന്ന ഒരു ബസ്സും കൂടിയാണ് ഈ ഒരു വാഹനം. നമ്മുടെ തൃശ്ശൂരത്തെ ആദ്യത്തെ ഒരു വണ്ടി തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു ബസ്സിന്റെ ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മളിന്ന് വന്നതാണ്. ഗൈസ്, നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ ടാറ്റയുടെ LPO 1622 എന്ന് പറഞ്ഞുള്ള ചേസിൽ വരുന്ന, അതായത് 12 മീറ്റർ ചേസിൽ വരുന്ന ഏറ്റവും പുതിയ ബസ്സാട്ടോ. അതായത് പ്രകാശിൽ പോയിട്ട് ബോഡി ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, കേരളത്തിലത്തെ ആദ്യത്തെ പ്രകാശി എന്ന് പറഞ്ഞ ഡുവൽ കളറും കൂടി ആട്ടോ ഈ ഒരു ബസ്സിന്റെ ഒരു സൈഡ് ഒരു കളറും മറ്റേ സൈഡ് വേറെ കളറാണ്. ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ചേഞ്ച് മനസ്സിലായ. ഇപ്പൊ ബസ്സിന്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് തീമിലാണ് ഈ ഒരു സൈഡ്. അതിന്റെ സെന്റർ ഭാഗത്ത് കേട്ടിന്ന് കാണാം. ഈ ഒരു ഭാഗം കറക്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇനി നമുക്ക് ബസ്സിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കാണിച്ചു തരാം. അവിടെ വരുമ്പോൾ ഫുള്ളി യെല്ലോ ആൻഡ് ബ്ലാക്ക് തീമിലേക്ക് ഔട്ടോ ബസ് മൊത്തം കണ്ട. ഈ ഒരു കളറായിട്ടാണ് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു വെറൈറ്റി ആയിട്ടില്ലേ, ഒരു 3D പോലെ ഉണ്ടല്ലേ ഒരു സൈഡിൽ നോക്കുമ്പോൾ. ഇത് ജാതി ലുക്ക് ആയിരിക്കും കേട്ടോ. തീ പറക്കും കിടന്ന് കേരളത്തിൽ അത്രയും ലുക്കാണ് നേരിട്ട് കാണുമ്പോൾ. എനിക്ക് ക്യാമറ കൂടെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് എന്തോരാണെന്ന് മനസ്സിലാവില്ല. സെന്ററിൽ നിന്ന് തന്നെ കളർ ചേഞ്ച് വരുന്നത് കണ്ട. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ആ ഒരു ഗ്രീൻ ബ്ലാക്ക് തീം, ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ആ ഒരു ഗ്രീൻ അല്ല ബ്ലാക്ക് ആൻഡ് യെല്ലോ തീം. ഇനി വാഹനത്തിന്റെ മുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ ചിന്നൻ എന്നുള്ള ഏറ്റവും പുതിയൊരു ഗ്രാഫിക്സിലാണ് ആ സെറ്റ് ചെയ്തേക്കണം. ആ പേരും കാര്യങ്ങളും താഴെ ചിന്നൻ സൺസ് എന്നാണ് കൊള്ളന്നൂർ ഗ്രൂപ്പ് ഓഫ് കൺസേൺ എന്നുള്ള ഒരു ബാഡ്ജിങ്ങും താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബസ്സിന്റെ കൊമ്പ് നോക്കിയാലും ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാം ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴും ആ ഒരു പച്ച ബ്ലാക്ക് ഒരു കോമ്പിനേഷൻ കാണാം. സ്റ്റോം എന്നാണ് ബസ്സിന്റെ പേര് വരുന്നത് കേട്ടോ. അതും ആ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ് സെറ്റ് ചെയ്താണ് കണ്ട. അങ്ങനെ നമ്മുടെ തൃശ്ശൂർ ഓൾ ഇന്ത്യ പെർമിറ്റുകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കട്ടോ. ഓരോ രീതിക്കും ഓരോ ടീംസും ഹെവി ബസ്സുകളായിട്ട് ഇറക്കണേ. ഇപ്പൊ ഇവനാട്ടോ ഹെവി ബസ്. ഇനി ഇതേ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പ്രകാശിന്റെ അതിഗംഭീരമായിട്ടുള്ള ലോഗോ കാണാം. ആ ഒരു നല്ലൊരു ഫ്രണ്ട് ലുക്കിൽ തന്നെയാട്ടോ സെറ്റ് ചെയ്താണ്. നമ്മുടെ സെഡസ്ത്രയുടെ ഒരു കവിളാണ് സെറ്റ് ചെയ്താണ്. BS6 എന്നുള്ള ഒരു ലോഗോ ഇവിടെ കാണാം. പിന്നെ 3 ചാമ്പറുകൾ ഇരിക്കണ പോലെ ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ്. അതിന്റെ താഴെ നമ്മുടെ DRL വരുന്നുണ്ട്. അതിന്റെ ഏറ്റവും താഴ്വശത്തായിട്ട് എയർ ഡാം യൂണിറ്റ് വരുന്നുണ്ട്. വാഹനം ടെമ്പററി രജിസ്ട്രേഷനിലായിട്ട് ഇറക്കിയാണ്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നോക്കിയാൽ പച്ചയവണമൊക്കെ നൈസ് ആയിട്ടില്ലേ. ഇതൊരു വെറൈറ്റി കൺസെപ്റ്റ് ആയിട്ടല്ലേ. നമ്മളിപ്പോ നിൽക്കുന്നത് തൃശ്ശൂർ നടത്തറയിലുള്ള ചിന്നൻ ഗ്രൂപ്പിന്റെ ആ ഒരു ഗല്ലിയിലായിട്ട് നിൽക്കണം. ഇവിടെ ഒരുപാട് ബസ്സുകൾ അവർക്ക് വേറെ ഉണ്ട്. ചില ബസ്സുകൾ ഓട്ടോയും പോയിട്ടുണ്ട് കേട്ടാ. ഇനി വാഹനത്തിന്റെ സൈഡ് വ്യൂ നോക്കുമ്പോൾ പെട്ടെന്ന് ഈ സൈഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണേ, ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു വെഡിച്ചില് ഗ്രാഫിക്സ് ഇല്ല നോക്കിയ കണ്ണൊക്കെ ആകർഷിക്കുന്ന രീതിക്കുള്ള ഗ്രാഫിക്സ് ആണ്. മുകളിൽ ഒരു റാ ഷേപ്പിലുള്ള ഒരു ഐറ്റൊക്കെ പോയിട്ടുണ്ട്. അതും ലൈറ്റ് ഗ്രീൻ കളറാട്ടാ. വാഹനത്തിന്റെ അകെല്ലാം യെല്ലോ കളർ കർട്ടൻസ് ആണ് യൂസ് ചെയ്താണ്. സെന്റർ ഭാഗത്തായിട്ട് ഒരു എമർജൻസി എക്സിറ്റ് പോയിട്ടുണ്ട്. ഈ KT എന്നുള്ള എന്താണെന്നോ കൊള്ളന്നൂർ ട്രാവൽസ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഓപ്പൺ ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് AC ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആ ചില്ല് നമുക്ക് ഓപ്പൺ ചെയ്തിടാം. പിന്നെ ഇവിടെ മിറർ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഫേസ് പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഒരാളുടെ കണ്ട 2 കണ്ണും താഴെ ഒരു വായായിട്ട് എല്ലാം ഡോട്ട് ആയിട്ടാണ് ഇവിടുത്തെ ഒരു ഗ്രാഫിക്സ് വരുന്നത്. പിന്നെ ഈ കളറുകളൊന്നും അല്ലാണ്ട് ഇവിടെ വെടിച്ചില് വേറെ ചെറിയൊരു കളർ പോയേക്കണൊക്കെ ഒരു ലൈറ്റ് പിങ്കും ബ്ലൂ ആയിട്ട്. അത് എനിക്ക് ഈ ഒരു കളറുകളുടെ ഇടയിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു കളറാട്ടാ. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ എക്സ്ട്രാ ഒരു സ്കേർട്ടിങ് പോലത്തെ സെറ്റപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വാഹനത്തിന് ഡ്യുവൽ വൈപ്പേഴ്സ് ആണ് വരുന്നത്. ഇതെല്ലാം നമ്മൾ എല്ലാ ബസ്സുകളും പറയണ പോലെ തന്നെ കേട്ടാ. നമ്മളിപ്പോ നല്ല വെയിലത്താ ഷൂട്ട് ചെയ്യണവന്റെ ആ ഒരു വൈബ്രന്റ് കളർ നമ്മുടെ കണ്ണിലേക്ക് അടിച്ച് കയറിക്കൊണ്ടിരിക്കട്ടെ. അപ്പൊ ഇവൻ എവിടെ ഇട്ടാലും അവസ്ഥ ആലോചിക്കുക. ടയറിന് മുന്നിലായിട്ടാണ് ഫ്രണ്ട് ഡോറ് വരുന്നത്. എങ്ങനെയുണ്ട് ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളും. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ സെപ്റ്റംബർ 1, 2025 മുതൽ ബസ്സുകൾ നമ്മൾ ഇങ്ങനെ എല്ലാട്ടാ കാണാം. ഒരുപാട് വെറൈറ്റി ആയിട്ടാണ് ഇനി വരാൻ പോണത്. അവിടെ പ്രകാശിന്റെ ഒരു ബാഡ്ജിങ് ഒക്കെ വരുന്നുണ്ട്. മിറർ പോലെയാണ് കേട്ടോ ഈ ബസ്സിന്റെ ഒരു പെയിന്റ് നമ്മളെ കാലിൽ കാണാണ്ട്. എമർജൻസി ഡോർ ഓപ്പണിംഗ്. നമുക്ക് ടയറുകൾ നോക്കുകയാണെങ്കിൽ 22 ഇഞ്ചിന്റെ വീൽസ് ആട്ടോ. ഒട്ടുമിക്ക എല്ലാ ബസ്സിലും സെയിം ആണ്. ഇവിടെ പ്രകാശിന്റെ ആ ഒരു വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട്. AC വെള്ളം പോകാനുള്ള ഒരു യൂണിറ്റ് ആട്ടോ. ഔട്ടർ യൂണിറ്റ് ആണ്. ചേസ് ഇവിടെ കാണാൻ പറ്റും. ഫ്രണ്ടില് ലീവ് സ്പ്രിങ്സ് ആണ്, ബാക്കിൽ എയർ സസ്പെൻഷൻ ആട്ടാ. ഇനി സൈഡ് വീലേക്ക് വരുമ്പോൾ നമുക്ക് സെന്റർ ഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ ഡോട്ടുകളൊക്കെ കാണാം. ലൈൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മിന്നലിന്റെ ഒരു എഫക്റ്റ് ഒക്കെ വരുന്നുണ്ട് ചില സൈഡില്.
ഒരുപാട് ഐറ്റംസ് കാണാട്ടോ. പിന്നെ KT എന്നുള്ള ഒരു വലിയൊരു ലോഗോ ആണ്. 3 സൈഡിലും ഈ KT എന്നുള്ള ഒരു വലിയ ലോഗോ ഇങ്ങനെ ബാഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ലോഗോന്റെ സൈഡിലൊക്കെ നല്ലൊരു കിടിലൻ ഗ്രാഫിക്സ് ആയിട്ട് കണ്ട അവിടെയൊക്കെ ഇടി മിന്നൽ പോലത്തെ ഒരു ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റും. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഡുവൽ ടയേഴ്സ് ആണ്. ഇവിടെ ആ ഒരു വീൽ കപ്പിന്റെ സെന്റർ ഭാഗത്ത് നോക്കിയാൽ ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ തന്നെയാണ് കൊടുത്താണ്. ഇതും 22 ഇഞ്ചിന്റെ വീൽസ് തന്നെയാട്ടാ. നമുക്ക് ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ല എയർ സസ്പെൻഷൻ യൂണിറ്റ് ആണ്. ഞാൻ സൈഡ് ഭാഗങ്ങളൊന്നും ഓപ്പൺ ആക്കി കാണിച്ചു തരുന്നില്ല, കാരണം ഇവിടെ നോർമൽ ആയിട്ട് പറയാനുള്ള പോലെ ലഗേജ് സ്പേസും അതുപോലെ ഡീസൽ ടാങ്കും ആഡ് ബ്ലൂ ടാങ്കും അതുപോലെ തന്നെ സ്പെയർ വീൽ തന്നെയാണ് താഴെ ഇരിക്കുന്നത്. ഇഷ്ടം പോലെ ലഗേജ് സ്പേസ് ഉണ്ട് കേട്ടോ വാഹനത്തിന്റെ സൈഡ് വശത്തും ബാക്കിലൊക്കെ ആയിട്ട്. പിന്നെ പെട്ടെന്ന് കാണാൻ പറ്റിയില്ല കേട്ടോ, അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ആ ഒരു പാർക്ക് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. മിറർ എഫക്ട് പോലെ ഉണ്ട് കേട്ടോ ബ്ലാക്ക് പെയിന്റ് ഒക്കെ വരുമ്പോ. ഇത് ഒന്നും കൂടിയും കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭംഗി കൂടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ ഇനി മൊത്തം തീ കത്തുണ്ടാകും, കാരണം അത്രയും കളർ വണ്ടികളാണ് ഇറങ്ങുന്നത്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴും KT എന്നുള്ള ലോഗോ ആണ്. മുകളിലേക്ക് ഏറ്റവും മുൾവശത്തായിട്ട് നമ്മുടെ ഒരു സ്പോയിലർ യൂണിറ്റ് വരുന്നുണ്ട്. അതിലൊരു നമ്മുടെ LED ആയിട്ടുള്ള ബ്രേക്ക് ലൈറ്റ് കാണാം. അതിന്റെ താഴെ ക്യാമറ യൂണിറ്റ് വരുന്നുണ്ട്. കൊള്ളനൂർ ഗ്രൂപ്പ് അവരുടെ നമ്പർ ഡീറ്റെയിൽസ് Instagram ID ഒക്കെ ഉണ്ട്. അപ്പൊ ഈ നമ്പർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, ഞാൻ താഴെ അവരുടെ നമ്പർ കൊടുക്കാം. പിന്നെ നമ്മുടെ നോർമലായിട്ട് പ്രകാശിൽ നിന്ന് വരുന്ന ആ ഒരു ടൈൽ ലാമ്പ് യൂണിറ്റ് ആയിട്ട് വരുന്നത് LED ആണ്. ഇവിടെ നമുക്ക് ലഗേജ് സ്പേസ് ഞാൻ തുറന്ന് കാണിച്ചാട്ടാ. അതിഗംഭീരമായ സ്പേസ് ആണ്. നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളും അതുപോലെ ലഗേജുകളും മേശയും കസാരയും ഒക്കെ നമുക്ക് ഇതിൽ കൊണ്ടുപോകട്ടാ. വലിയ വലിയ ടൂറുകളൊക്കെ പോകുമ്പോൾ തൃശ്ശൂർ ടു ഹൈദരാബാദ് അങ്ങനെയൊക്കെ ഒരുപാട് പാക്കേജുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകും. ഇവിടെ നമ്മുടെ ടെമ്പററി രജിസ്ട്രേഷൻ്റെ ഒരു നെയിം ബോർഡൊക്കെ കാണാം. താഴെ നമുക്ക് അതിഗംഭീരമായ സ്പേസ് 260 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെൽ പാക്കഡ് ആണ്. ഇനിവിന്റെ മെയിൻ ഹൃദയഭാഗം നോക്കുകയാണെങ്കിൽ ഒരു 5.6 ലിറ്റർ 6 സിലിണ്ടർ എഞ്ചിനാട്ടോ കൊടുത്താണ്. ഇവിടെ പ്രകാശിന്റെ ഒരു ലോഗോ കാണാം. ഏകദേശം 220 HP പവറും 850 Nm ആണ്. ഇത് കുറച്ചും കൂടി പവർ കൂട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കണേ. 2025 BS6 മോഡലായപ്പോൾ ഈ ഒരു ടോർക്കിലും പവറിലൊക്കെ കുറച്ചും കൂടെ മാറ്റം വന്നിട്ടുണ്ട്. അത് അറിയുന്നവരുണ്ടെങ്കിൽ താഴ്ന്ന് കമന്റ് ചെയ്തോളൂ. ഇവിടെ നല്ല ക്യൂട്ടായുള്ള ഒരു ടൈൽ ലാമ്പ് യൂണിറ്റ് ആട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പ്രകാശിൽ നിന്നും ബോഡി കെട്ടിയിട്ട് വരുന്ന ആ ഒരു ടൈൽ ലാമ്പ് യൂണിറ്റ്. പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക്, അതായത് ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ എന്റെ മോനെ ഈ ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നോക്കിയാൽ ഈ ഒരു ഗ്രാഫിക്സ് ആദ്യമായിട്ടായിരിക്കും കേട്ടോ. വേറെ ആരും കണ്ടിട്ടുണ്ടാവില്ല. അത്രയും നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ഇത് കണ്ണുകൊണ്ട് കാണാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ആലോചിച്ചൊക്കെ റൂട്ടിലിടുമ്പോഴുള്ളവന്റെ അവസ്ഥ. അത് മാത്രമല്ല പ്രകാശിൽ നിന്നും ആദ്യത്തെ ഡ്യുവൽ കളർ നമ്മുടെ നാട്ടിലത്തെ തൃശ്ശൂരിലേക്ക് തന്നെ വരാന്ന് പറഞ്ഞാൽ പൊളിച്ചില്ല. ഇവിടെ നമ്മുടെ എമർജൻസി എക്സിറ്റ് ഒക്കെ കാണും, പക്ഷെ അത് എക്സിറ്റ് ആണെന്ന് മനസ്സിലാകാൻ കൂടി ഇല്ല അല്ലെ. എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു പണ്ടത്തെ കാലവും പണ്ടത്തെ വൈബിലേക്ക് തിരിച്ചു വന്നേക്കാണ്. ആണെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്തോളൂ. എനിക്ക് അങ്ങനെ ആട്ടാ തോന്നണേ. ഇവിടെ ഒരു KT എന്നുള്ള ഒരു ബാഡ്ജിങ് യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ കാണാട്ടോ. ഇവിടെ എല്ലാം തന്നെ താഴെ അറകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അത് ഓരോന്ന് ഞാൻ തുറന്ന് കാണിച്ചിരുന്നില്ല. ഞാൻ ഏകദേശം ഇവിടെ ഡീസൽ ടാങ്കും അതുപോലെ തന്നെ ആഡ് ബ്ലൂ ടാങ്കും തുറന്ന് വെച്ച് കാണിച്ചു തരാം. ഏകദേശം 350 ലിറ്ററിന്റെ ഡീസൽ ടാങ്കും അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ ലഗേജ് സ്പേസ് വരുന്നുണ്ട്. അപ്പുറം ഇപ്പുറമൊക്കെ കണക്റ്റഡ് ആണ്. അതുപോലെ ബാക്ക് സൈഡ് വരെ കണക്ഷൻ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചാണ്. അതിന്റെ ഇടയിൽ കൂടെ കേട്ടാ. അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഓരോരോ ലെയർ ആയിട്ട് തുറക്കാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് ലഗേജ് സ്പേസ് ആണ്. പിന്നെ കണ്ട അതൊക്കെ കണക്റ്റഡ് ആണ് ഉള്ളി. അതിനോട് ചേർന്നിട്ട് തന്നെ നമ്മുടെ ആഡ് ബ്ലൂ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 48 ലിറ്ററിന്റെ ആഡ് ബ്ലൂ ടാങ്ക് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇങ്ങനെ വലിച്ചടക്കാനൊക്കെ പറ്റൂട്ടോ. അങ്ങനെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ആക്ഷനുള്ള ഐറ്റംസ് ഒക്കെയാണ് വെച്ചാണ്. ഇവിടെ നമ്മുടെ ടയറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മുടെ വാഹനത്തിന്റെ ഇന്റീരിയർ കാഴ്ചകൾക്ക് ഒന്ന് പോലെ അതിന് മുമ്പായിട്ട് ഇവിടെ ചെറിയൊരു മിറർ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ആ ഒരു മിറർ ഉണ്ടെന്ന് തന്നെ തോന്നില്ല കേട്ടോ. ബ്ലാക്ക് ഷെയ്ഡിലേക്ക് ഇങ്ങനെ പതിഞ്ഞ് കിടക്കാണ്. ഇനി നമ്മുടെ 2025 സെപ്റ്റംബർ 1 മുതൽ AIS 153 കോഡ് പ്രകാരമാണ് ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം തന്നെ ഇറങ്ങാൻ പോണ കേട്ടോ. സെൻട്രൽ ഭാഗത്ത് ക്യാബിൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്റീരിയറത്തെ ഒരു മാറ്റം ഞാൻ പറഞ്ഞുതരാം. സെൻട്രലുള്ള ആ ഒരു ക്യാബിനും കാര്യങ്ങളും ഇനി ഉണ്ടാവില്ല. അതായത് ഡ്രൈവറായിട്ടും ബാക്കിലത്തെ പാസഞ്ചേഴ്സ് ആയിട്ടുള്ള ആ ഗ്യാപ്പില് അതിനി ഉണ്ടാവില്ല. ഒരു വോൾവോ ക്യാബിൻ പോലെ ഒറ്റ സ്പേസിൽ കൂടെയാണ് ഇനി എല്ലാ കാര്യങ്ങളും. ആ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എന്തോരം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ. അതേപോലെ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ ഓരോരോ വീഡിയോസിൽ ഇനി ഞാൻ പറഞ്ഞുതരാട്ടാ. എനിക്ക് അതിന്റെ ഫുൾ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് മനസ്സിലാക്കി തരാം. ഇനി ഇതേ ചെക്കനെ 2 ദിവസത്തിന്റെ ഉള്ളിൽ ഗംഭീര മ്യൂസിക് സിസ്റ്റം അതുപോലെ തന്നെ ലൈറ്റ് വർക്ക് ഒരുപാട് അപ്ഡേഷനുകൾ ഇനി വരാൻ പോകുന്നുണ്ട്. നമുക്ക് ഡ്രൈവർ സീറ്റിൽ കയറിയിട്ട് ആ ഒരു ഭാഗത്തെ മാറ്റങ്ങളും നോക്കിയാലോ. ഇവിടെ ഇങ്ങനെ കാല് ചവിട്ടിട്ട് വേണം കയറാനായിട്ട്. വണ്ടിയുടെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പൊ ചൂട്ടോടുകൂടി കൊണ്ടിട്ടുള്ളൂ പ്രകാശിന്ന്. നമുക്കിതേ കഴുകി കുട്ടപ്പനാക്കി കിട്ടിയിട്ടുണ്ട്. ഇന്ന് കിട്ടിയിട്ടുള്ളൂ. സീറ്റൊക്കെ നമ്മുടെ നോർമലായിട്ട് ടാറ്റയിന്ന് സെറ്റായിട്ട് വരുന്നതാട്ടോ. നമ്മുടെ ആ ചേസുമുള്ള സീറ്റുകൾ തന്നെയാണ്. ഇനി ഇതിൽ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുഷനും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാം. നോർമലായുള്ള ആ ഒരു മിറേഴ്സും കാര്യങ്ങളും പോലത്തെ ഉള്ള ഒരു എഫക്റ്റ് ഇവിടെ കാണാൻ പറ്റും. വലിയ ചിഹ്നൻ സെൻസ് എന്നുള്ള ഒരു ബോർഡ് കാണാം. അതിലൊക്കെ ലൈറ്റ് ബോർഡൊക്കെ പൊളിക്കൂട്ടാ.
AC ഒരു കൺട്രോൾസ് കാണാം. ടാറ്റയുടെ അതിഗംഭീരമായിട്ടുള്ള സ്റ്റിയറിംഗ് കേട്ടാ. ഞാനൊന്ന് ഇരുന്ന് സെറ്റ് ആവാണ്ട് കാരണം എനിക്ക് കാലൊക്കെ ഇടിക്കുന്നുണ്ട് സ്റ്റിയറിംഗ്. ആ ഒരു സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ സെറ്റ് ആവും. അതായത് നമ്മുടെ ക്യൂട്ടായുള്ള ഒരു ഗിയറാണ് ടാറ്റയുടെ. അത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരു ഗിയർ ബോക്സ്. സ്റ്റിയറിംഗും അതുപോലെ തന്നെ ക്ലസ്റ്ററും നമ്മുടെ ടാറ്റയുടെ ടോറസിൽ വരുന്ന അതേ സിസ്റ്റം തന്നെയാണ് ഇതിലും. ഇതൊരു ചെറിയ ചാവിയാണ്. ഇതാണ് വാഹനത്തിന്റെ ചാവി. നമുക്കൊന്ന് ഓണാക്കി ഞാൻ കാണിച്ചു തരാട്ടാ. നമ്മുടെ ടാറ്റയുടെ പ്രൈമയിലൊക്കെ വരുന്ന സെയിം ക്ലസ്റ്റർ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അനലോഗ്, സെന്ററിൽ ഡിജിറ്റല്. അതിൽ സെൻറ്ററിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം എന്തോരം എയർ ഉണ്ടെന്ന്. റൈറ്റ് സൈഡിൽ ഡെഫിൻ്റെ ഒരു അളവ് എന്തോരം ഉണ്ടെന്ന് കാണിക്കാട്ടാണ്. എൻ്റെ മോനെ ടാറ്റയുടെ സൗണ്ട് നോക്കിയാൽ നൈസായിട്ടില്ല. അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ സെൻറ്ററിലും ടാറ്റയുടെ ഒരു ലോഗോ ആണ്. ഈ ഒരു ക്ലസ്റ്ററിൻ്റെ ചുറ്റുഭാഗമായിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആവരണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റിയറിംഗ്? ഇത് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ റിട്ടാർഡറും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഇൻഡിക്കേറ്ററും ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചുകളാണ്. ഇവിടെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. മുകളിൽ AC യൂണിറ്റ് ആട്ടാ. അതിൻ്റെ താഴെ ബാറ്ററിയുടെ കട്ട് ഓഫ് സ്വിച്ച്, 4-ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, റീജനറേഷൻ്റെ സ്വിച്ച്, അതുപോലെ ATC സംവിധാനമൊക്കെ വരുന്നുണ്ട് കേട്ടോ വാഹനത്തിന്. ഓട്ടോമാറ്റിക് ട്രാക്ഷൻ കൺട്രോളാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം. പിന്നെ താഴെയൊക്കെ ലൈറ്റുകളാണ്. പിന്നെ AC എന്തോരോ റൺ ചെയ്ത് തന്നെ മീറ്ററുണ്ട്. ഇവിടെ ഒക്കെ ഫുള്ള് ലൈറ്റുകളാട്ടാ. വാഹനത്തിൻ്റെ എയർ ഡോർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ റിവേഴ്സ് ഇടുമ്പോഴുള്ള ഒരു സ്ക്രീനാണ് മുകളിൽ വരുന്നത്. ഈ സ്വിച്ചുകളെല്ലാം തന്നെ നമ്മുടെ അകത്തത്തെ ഇന്റീരിയറിലത്തെ ലൈറ്റുകളും അതുപോലെ മ്യൂസിക് സിസ്റ്റം, TV ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്വിച്ചുകളാണ്. ഞാൻ ഇതെല്ലാം ഇട്ട് വെച്ചേക്കുന്നതിന് നമുക്ക് അകത്ത് കൂടുതൽ വിശേഷങ്ങളോട് നോക്കണമല്ലോ. ഇവിടെ എല്ലാം കട്ട് ഓഫ് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. മുകളിൽ 2 ലൈറ്റ് കാണാം, ഫാനും കാണാം. ഈ ഒരു കളർ തീമിലാട്ടെ ഇന്റീരിയർ. നമ്മുടെ സ്കിന്നിന്റെ അതേ കളറിൽ തന്നെയാണ് ആ ഒരു മുകളിലത്തെ ആ ഒരു ഡിസൈനും തുണിയൊക്കെ. അകത്തും അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കണേ. എയർ ബ്രേക്കൊക്കെ താഴെ കേട്ടോ. ഇവിടെ നമുക്ക് AC ഒന്ന് ഓണാക്കാം. ജിങ്കയുടെ ജെറ്റാക്കിൻ്റെ AC ആണ്. ഇപ്പോൾ ലോഡ് എടുത്തിട്ടില്ല കേട്ടോ. ആ ഒരു ബ്ലൂ ലൈറ്റ് മിന്നണണ്ട. ലോഡ് എടുക്കുമ്പോൾ ആ ബ്ലൂ ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കൂട്ടോ. ആ നല്ല രസമാണ്. അപ്പോൾ ഒരു എഞ്ചിൻ്റെ നോയ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവും. ഇവിടെ നമുക്ക് ഓട്ടോ ഞെക്കാൻ പറ്റും. ആ സ്വിച്ച് തന്നെ ഞെക്കിന് ഓട്ടോമാറ്റിക് സെൻസ് ചെയ്ത് കാറ്റും എയറൊക്കെ സെൻസ് ആവൂട്ടാ. പിന്നെ ഇവിടെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് കാണുന്നത്. പിന്നെ റിവേഴ്സ് ഒരെണ്ണം വേറെ വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ടാറ്റയുടെ ചേസിൽ വരുന്ന ഈ ഒരു ഗിയറിൻ്റെ ആ ഒരു സെറ്റപ്പ് ഇടാ. സിമ്പിൾ ഗിയറാണ്. വല്ലാണ്ട് ഒരു എന്താ പറയുക വലിയൊരു സെറ്റപ്പും കാര്യങ്ങളൊന്നും അല്ല. ഒരു കാറിന് എങ്ങനെയാണ് അതേപോലെ തന്നെയാട്ടോ ഒരു ഗിയർ വരണേ. അതുപോലെ വലിയ ഇടാനും കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. നമുക്കൊരു നല്ലൊരു ക്വാളിറ്റി ഉള്ള സെറ്റപ്പ് തന്നെയാണ് അവിടെയും കൊടുത്താണ്. സ്റ്റിയറിംഗ് ആയിക്കോട്ടെ കംഫർട്ടബിൾ ആയുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. നമുക്കൊന്ന് ഇനി അകത്ത് കയറി നോക്കിയാലോ. വലിയ ബസ്സാട്ടോ. നമ്മുടെ 12 മീറ്റർ ബസ്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. ഏകദേശം 3 സ്റ്റെപ്പുകളും കയറി കഴിഞ്ഞാൽ അകത്തേക്ക് എത്തൂട്ടാ. ഇപ്പൊ ഒരു ആകാശനീല കളറാക്കിണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നിലത്ത് നോക്കി ഒരു എക്സ്ട്രാ പീസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. അതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. 2x2 കോൺഫിഗറേഷനിലാണ് സീറ്റ് സെറ്റ് ചെയ്താണ്. ലെഫ്റ്റ് സൈഡിൽ 2 സീറ്റും റൈറ്റ് സൈഡിൽ 2 സീറ്റും. പിന്നെ ഇവിടെ ആ ഒരു വെള്ളം, നമ്മുടെ ചൂടുവെള്ളം വേണേൽ കിട്ടും, തണുത്ത വെള്ളം വേണേൽ കിട്ടും. ബ്ലൂ സ്റ്റാറിനെയാണ് സെറ്റ് ചെയ്താണ്. അത് ഒരു മിനി ഫ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുപ്പി വെച്ചാൽ കിട്ടും. ഈ ഒരു പോർഷൻ കണ്ട എക്സ്ട്രാ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അതിന്റെ ഇടയിൽ ലൈറ്റ് ഒക്കെ പോയിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഈ സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ കാല് നിർത്തിയിരിക്കുന്നവർക്ക് ഒരുപാട് ഉപകാരട്ടാ. സ്റ്റെല്ലാറിന്റെ സീറ്റുകളാണ് കൊടുത്തത്. ഈ സീറ്റിന്റെ കളർ തന്നെയാണ് വാഹനത്തിന്റെ ഇന്റീരിയറും. ഒരു ഡുവൽ ടോൺ സീറ്റ് ആട്ടോ. ബ്ലാക്ക് ആൻഡ് ഈ ഒരു ക്രീം കളർ സീറ്റ്. ഇവിടെ പുഷ് ബാക്കിന്റെ സ്വിച്ച് കാണാം. അതുപോലെ മുകളിലായിട്ടാണ് മൊബൈൽ ചാർജിങ് കൊടുത്താണ്. ഈ ബെർത്തിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വാം കളർ ലൈറ്റുകളാണ്. എല്ലാ പില്ലറുകളിലും ഫാൻ പോയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ പ്രകാശിന്ന് വരുന്ന AC വെന്റുകൾ എല്ലാ സൈഡിലും സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ട്. ഇത് സ്റ്റോക്ക് കണ്ടീഷൻ ആയിട്ട്. ഇതിൽ വേറെ ഐറ്റംസോ കാര്യങ്ങളൊന്നും കയറ്റിയിട്ടില്ല. ഇനി അതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ആക്കാനായിട്ട്. ഇവിടെ ഒക്കെ മുകളിൽ സ്പേസ് ഉണ്ട് കേട്ടോ. മാത്രമല്ല ഈ ഒരു ഭാഗത്തൊക്കെ ലൈറ്റ് വരും. അവിടെ കൊള്ളന്നൂർ എന്നുള്ള ഒരു ബാഡ്ജിങ് ഒക്കെ വരും. ഈ ഒരു ഭാഗത്തൊക്കെ നല്ലൊരു ക്രോം ഫിനിഷിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മിറർ പോലെ തന്നെ കാണാനുണ്ട്. എനിക്ക് ഏറ്റവും വ്യത്യസ്തമായി തോന്നിയത് ഈ ഒരു സ്കിൻ കളർ ഒരു ടോൺ ഇന്റീരിയറിൽ കയറ്റിയേക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പ്ലഗ് കാണാം, മൊബൈൽ ഹോൾഡർ വരുന്നുണ്ട്. അതുപോലെ നല്ലൊരു ലഗേജ് സ്പേസും ഉണ്ട് കേട്ടോ. TV ഒക്കെ ഗംഭീര സാധനങ്ങളാട്ടോ കയറ്റിയേക്കണം. അതുപോലെ മ്യൂസിക് സിസ്റ്റം കൂടെ ഒക്കെ ജില്ലാവും. ഇവിടെ ഡോർ അടച്ചിട്ടേക്കാണ്. പ്രകാശിന്റെ ആ ഒരു ക്ലോക്ക് കാണാൻ ലെഫ്റ്റ് സൈഡിൽ. TVയുടെ ക്വാളിറ്റികളായിട്ട് അവിടെ എഴുതി വെച്ചാണ്. ഇനി ഈ സീറ്റിൽ ഇരിക്കുമ്പോൾ കണ്ട അവിടെ ആ ഒരു പീസും കൂടി ഉള്ളപ്പോൾ നമ്മുടെ കാല് നിലത്തിട്ടിരിക്കേണ്ട ആവശ്യമില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് അതേ പൊസിഷനിൽ തന്നെ നമുക്ക് വെച്ചിട്ട് പോവാം. അതെടുത്ത് മാറ്റാനൊക്കെ പറ്റും കേട്ടോ ഒരു പീസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ കർട്ടൻസും യെല്ലോ ആയിട്ടാണ് സെറ്റ് ചെയ്താണ്. ഇനി ഞാൻ ഇത് ഒന്ന് പുഷ് ബാക്ക് ചെയ്ത് കാണിച്ചു തരാം. സീറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് പുഷ് ബാക്ക് ആവുന്നുണ്ട്. അതുപോലെ ഹഗ് ചെയ്തിരിക്കുന്ന രീതിക്കായിട്ട് ഈ ഒരു സീറ്റിന്റെ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഇത്രത്തോളം നമുക്ക് പുഷ് ബാക്ക് ചെയ്തിരിക്കാൻ പറ്റും.
ഇതും ഹരിതയുടെ സീറ്റിനാളും ലേശം കൂടെ കംഫർട്ട് കൂടുതലുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഹരിതയുടെ സീറ്റാണോ അതുപോലെ സ്റ്റെല്ലാറിന്റെ സീറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ചെയ്തോളൂ. സീറ്റിന്റെ സെന്റർ ഭാഗത്ത് നമ്മുടെ ആംറെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സെന്റർ ഭാഗത്ത് AC-യുടെ ആ ഒരു മെയിൻ ഫിൽട്ടർ യൂണിറ്റ് കാണാം. ഇനി ഏറ്റവും അറ്റത്ത് പോയിട്ട് നമുക്ക് നോക്കാട്ടോ, അത് ഈ സീറ്റുകളുടെ മുകൾ വശത്തായിട്ട് സിംഗിൾ AC വെന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റീഡിംഗ് ലൈറ്റുകൾ കാണാം. അതിന്റെ അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ആ ഒരു USB ചാർജിങ്ങും സെറ്റ് ചെയ്തതാണ്. അതിൽ C-type ചാർജിങ്ങും ഉണ്ട് കേട്ടോ. ഓരോ ചെറിയ ഫീച്ചേഴ്സും നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നതും കംഫർട്ട് ആക്കുന്ന രീതിക്കാണ് പ്രകാശ് ബോഡി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ജെറ്റാഗിന്റെ ആ മെയിൻ AC-യുടെ യൂണിറ്റ്. ഫിൽട്ടർ യൂണിറ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. സെൻട്രൽ ഭാഗത്തൊക്കെ AC-യുടെ വെന്റിന്റെ ആ ഒരു കട്ടിങ്സ് ഒക്കെ പോയിട്ടുണ്ട്. ഇവിടെ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കളർ ലൈറ്റ് ആണ് സെന്റർ ഭാഗത്ത് കൊടുത്താണ്. ബാക്ക് സൈഡിൽ സീറ്റിന്റെ താഴെയായിട്ട് ഒരു ഫയർ എക്സ്റ്റിങ്ഷർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് 5 സീറ്റുകളാണ് മെയിൻ ആയിട്ട് കൊടുത്താണ്. ഒന്നും ഓവറായിട്ട് കൊടുത്തില്ല. ഈ ഒരു സ്റ്റീലിന്റെ ഐറ്റം കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ AC പണിയാനാൾ മുമ്പ് ആ ഒരു ഭാഗത്ത് ഫിക്സ് ചെയ്തിരുന്ന ഒരു ഐറ്റം ആട്ടാ. ആ ഒരു സീറ്റിന്റെ ബാക്ക് സൈഡിലും നമ്മുടെ സ്കിൻ കളർ ക്ലോത്ത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത്. ബാക്കിലത്തെ ആ ഒരു ഗ്ലാസ്സിലെല്ലാം തന്നെ അവരുടെ പേരും കാര്യങ്ങളും നമ്പറുകളും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യം ഈ ഒരു സ്കിൻ കളർ ക്ലോത്ത് തന്നെയാട്ടാ. ബാക്കിലത്തെ പില്ലറിൽ ഫാൻ കാണാം. നമുക്ക് ഇവിടുത്തെ ലഗേജ് സ്പേസ് കാണാം കേട്ടോ. കാല് ഇത്ര നിർത്തി വെച്ചാലും നമുക്ക് അത്യാവശ്യം ബാഗും കാര്യങ്ങളും വലിയ പെട്ടികളൊക്കെ ഹോൾഡ് ചെയ്യട്ടെ വേണമെങ്കിൽ. താഴെ ലഗേജ് സ്പേസ് ഉണ്ട്, എന്നാലും കണ്ട ആ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടില്ലേ? പിന്നെ അതായത് 2 സീറ്റുകൾ പുഷ് ബാക്ക് ചെയ്തിട്ടാണ് ബാക്കിൽ. എനിക്ക് ഈ ഒരു സ്കിന്ന് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളിപ്പോൾ നിലവിൽ ചെയ്തിട്ടുള്ള കുറേ ബസ്സുകളിലാണ് വ്യത്യസ്തമായുള്ള ഒരു സ്കിന്നാണ് ഈ ബസ്സിൻ്റെ അകം. അതുപോലെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ ആ ഒരു സ്റ്റീലിൻ്റെ വീഡിങ് അറ്റം വരെ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ നടക്കുന്ന ഒരു സ്പേസും അത്യാവശ്യം നല്ലോണം കേട്ടോ. ഇവിടെ നമ്മുടെ മാഗസീൻ വെക്കാനുള്ള ഹോൾഡർ, വാട്ടർ ബോട്ടിൽ ഹോൾഡർ, സ്റ്റെല്ലാറിന് എഴുതിയേക്കണ കാണാം. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ്. ബാക്കിലും നമുക്ക് കാല് നിർത്തിയിരിക്കാൻ പറ്റുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ATVയുടെ കാലാട്ടത്. ഒരുപാട് വണ്ടികൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഏത് വണ്ടി റിവ്യൂ ചെയ്യണമെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ. ഇനി നമുക്ക് വാഹനത്തിന്റെ പുറത്തേക്ക് പോകട്ടെ. ഇതാണ് മെയിൻ ആയിട്ടുള്ള ആ ഒരു ക്യാബിൻ റൂം. ഇവിടെ ആ ഒരു ബെഡും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 പേർക്ക് സിമ്പിൾ ആയിട്ട് ഇരിക്കാം. മെയിൻ ആ ഒരു യൂണിറ്റ് ആട്ടാ. കറണ്ടിന്റെ ഐറ്റംസ് ഒക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഇരിക്കുന്നത്. ടാറ്റയുടെ വണ്ടി ആകുമ്പോൾ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. മുകളിൽ മ്യൂസിക് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ്. നമ്മൾ ഇത്രയും നേരം ഇരുന്നത് നമ്മുടെ ചിന്നൻ സൺസിന്റെ ഏറ്റവും പുതിയ ഓൾ ഇന്ത്യ പെർമിറ്റിലെ കിഡിലും വണ്ടി ഇറക്കിയിട്ടുണ്ട്. ആ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളാണ് കണ്ടത്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മുടെ പല വെഹിക്കിൾസും, അതായത് പല ബസ്സുകളും വന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. വീഡിയോ എങ്ങനെയുണ്ട്? അടിപൊളിയില്ലേ?